ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള നൈസ് പത്തിരി റെസിപ്പി നോക്കിയാലോ. ഇതുപോലെ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ കൈ പൊള്ളുകയോ ഒരുപാട് ടൈം വേസ്റ്റോ ആവുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. പാട്ടാതെ കൈ പൊള്ളാതെ എങ്ങനെയാണ് നൈസ് പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നൈസിൻ്റെ പത്തൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറേ വർഷമായിട്ട് ഞാൻ ഈ ഒരു പൊടിയാണ് പത്തിരിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. മറ്റുള്ള പൊടികളൊന്നും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പത്തിരി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൗഡർ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കുഴച്ചെടുക്കാൻ ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ വാട്ടിയെടുക്കാറൊന്നുമില്ല. നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് വാട്ടിയെടുത്തിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിലും ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ വെറും പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കാറുള്ളത്. എനിക്ക് ബെസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. ഇവിടെ ഫിൽറ്റർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ ആവരുത്. ഒരുപാട് വെളിച്ചെണ്ണ ആയാൽ പൊങ്ങി വരില്ല. എനിക്ക് ആവശ്യമുള്ള പത്തിരിക്ക് മാത്രമാണ് ഞാനിവിടെ പൊടി എടുത്തിട്ടുള്ളത്. ഇത്ര പൊടിക്ക് ഇത്ര അളവ് വെള്ളം വേണം എന്ന നിർബന്ധമൊന്നുമില്ല. സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കണക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇത് ഇതേപോലെ കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോയാലും പത്തിരി ശരിയാവില്ല. അതുകൊണ്ട് നോക്കി വെള്ളം ഒഴിച്ചാൽ മതി. ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴച്ച് കഴിയും. ഇതാണ് മാവിൻ്റെ പാകം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞാണ് വരിക. ആവശ്യത്തിന് വെള്ളമായ ഇതുപോലെ മയത്തിൽ കിട്ടും. ഇനി ഇത് ഉരുളകളായിട്ട് എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ച് ഇതേപോലെ വെക്കുന്നത്. മാവൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു തവയിലാണ് പത്തിരി ഉണ്ടാക്കാറ്. തവ ചൂടാവുമ്പോഴത്തേക്കും പത്തിരി പരത്തിയെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിനകത്ത് വയ്ക്കും. പൊടിയൊന്നും ഇടാറില്ല. പിന്നെ ഈ ഉരുള ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കവറും കൂടി അതിൻ്റെ മുകളിൽ വെക്കും. ഇനി ഇത് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ഫ്രൈ പാനിലേക്ക് ഈ പത്തിരി ഇട്ട് കൊടുക്കാം. പാനിൽ ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും ആദ്യം ഇട്ടത് വീണ്ടും തിരിച്ചിടാനായിട്ടുണ്ടാകും. രണ്ടാമതും തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ കുമിള വരാൻ തുടങ്ങും. കുമിള വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. അത് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിൽ പൊടി വാട്ടാതെ പച്ചവെള്ളത്തിൽ കുഴച്ച പൊടിയാണ് ഈ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് മറിച്ചിടാൻ 10 മിനിറ്റ് തന്നെ വേണമെന്നില്ല. പാനിലിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മൂവ് ആവും. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാൻ ലേറ്റായി കഴിഞ്ഞാൽ പൊങ്ങത്തില്ല. ഇതേപോലെ 3 എണ്ണമൊക്കെ ഇട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പണി കഴിച്ചെടുക്കാം. കുമിള വന്നു തുടങ്ങിയിട്ടുണ്ട്. കുമിള വന്നു തുടങ്ങുമ്പോൾ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേ ഇതേപോലെ പൊങ്ങി വരുള്ളൂ. ഇതിനും കുമ്പള വരുന്നുണ്ട്. ഇതും മറിച്ചിട്ടെടുക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മറിച്ചിടാൻ ലേറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടലുണ്ടാവും. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വെച്ചത്. പൊങ്ങാതെ ഇരിക്കില്ല, ബട്ട് ഇത് ഇങ്ങനെ ഇതുണ്ടാവും. നമ്മുടെ ഈ പത്തിരി പോലെ ആയിരിക്കില്ല ഈ പത്തിരി കാണാൻ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും പത്തിരി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഈസി ആയിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ചൂടുവെള്ളം കുഴക്കേണ്ടതോ തിളപ്പിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കുക. ഇത്രയും സോഫ്റ്റാണ് പത്തിരി. ചൂടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.